അല്ലേ? നിങ്ങളെ ജോലിനെ മാനിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ എന്റെ പൈസ കിട്ടിയല്ലോ. ഇത്തിരി നാൾ ഇവൻ ഇല്ലാത്തോണ്ടാ ഞാൻ വരെ പറഞ്ഞോണ്ടെന്താ കാര്യം? നിങ്ങൾ ഉള്ളതാണോ റിപ്പോർട്ട് ചെയ്യുന്നത്? ഉള്ളതാണോ റിപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾ ചെയ്യുന്ന ജോലി മര്യാദ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഉള്ളതാണോ റിപ്പോർട്ട് ചെയ്യുന്നത്? എന്റെ ജോലി ഉള്ള ജോലി മര്യാദക്ക് റിപ്പോർട്ട് ചെയ്യുന്ന കാലത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ ഉള്ളത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ വരും. എടി ഈ മുഖം കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെയാ പറയുന്നത്. അത് ഞാൻ പറഞ്ഞെങ്കിൽ അതേപോലെ വിശ്വസിച്ച് റിപ്പോർട്ട് ചെയ്യും. ഏഷ്യായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ അനിയനെ പോസ്റ്റ് ഇട്ട് അല്ലേ? അതല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ താല്പര്യമില്ല. മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങളോട് പറയാൻ താല്പര്യം. നിങ്ങൾ മറ്റേ അർണാബിനെ കൊണ്ടാ പറയാം. ഇപ്പോൾ അജയ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ജാമ്യം ലഭിച്ച് പുറത്തേക്ക് വരികയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അർജുൻ ആയങ്കിയുടെ സഹോദരനാണ് കഴിഞ്ഞ ദിവസം ഈ ക്രൗഡ് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് അർജുൻ ആയങ്കിയെ സഹായിച്ചത്. ഈ സമൂഹ മാധ്യമങ്ങൾ വഴി പണപ്പിരിവ് നടത്താൻ സഹായിച്ചതും ആ പണം കൈമാറിയതും സഹോദരൻ കൂടിയായിട്ടുള്ള അജയ് ആയങ്കിയാണ് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ ദിവസം അജയെ കോഴിക്കോട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും വിശദാംശങ്ങൾ തേടുകയും ചെയ്തിരുന്നു. അവിടെ നിന്നിപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു. സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തു വന്നിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അജയ്ക്കൊപ്പം ഉണ്ടായിരുന്ന അജയുടെ സുഹൃത്താണ് ഈ ജാമ്യം എടുക്കാനെത്തിയ ആൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ തെറ്റായ രീതിയിൽ വാർത്ത കൊടുക്കുന്നു, അതുകൊണ്ട് പ്രതികരിക്കാൻ താല്പര്യമില്ല എന്നതാണ് അജയുടെ സുഹൃത്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റേഷന് മുന്നിൽ നിന്നും ആകാശ് നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരും. ആകാശ്, ഈ അജയ്ക്ക് ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യം അനുവദിച്ചിരിക്കുകയാണോ? അവിടെ ചില നാടകീയ സംഭവങ്ങൾ നടന്നിരുന്നു. ഈ ജാമ്യം എടുക്കാൻ വന്ന ആൾക്ക് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നൊക്കെ ഉള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ എന്താണ് അവിടെ നടന്നത്? ഗൗതം, അജയ്ക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. അജയുടെ സഹോദരൻ അഖിലാണ് നേരത്തെ മുമ്പേ പ്രതികരിച്ചിരുന്നത്. അഖിൽ പറയുന്നത് തനിക്ക് കേരളത്തിലെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ താല്പര്യമില്ല, മാധ്യമങ്ങൾ കൃത്യമായി വാർത്ത നൽകിയില്ല എന്ന ഒരു കാര്യമാണ് അഖിൽ ആയങ്കി പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത്. അഖിൽ ആയങ്കിയുടെ ജാമ്യത്തിലാണ് ഇപ്പോൾ അജയ് ആയങ്കി ഇപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. നടക്കാവ് പോലീസ് സ്റ്റേഷനിലായിരുന്നു അജയ്. കഴിഞ്ഞ മണിക്കൂറുകളെല്ലാം തന്നെ ഇന്നലെ രാത്രിയോട് കൂടിയായിരുന്നു അജയെ പിടികൂടിയത്. അതിനുശേഷം ഇവിടെ നിന്ന് ആദ്യം എത്തിയത് ഒരു ഗുണ്ടാ സംഘത്തിൻ്റെ തലവനായിരുന്നു. ഗുണ്ടാ സംഘത്തിൻ്റെ തലവനെത്തി ജാമ്യം എടുക്കാൻ വന്നപ്പോൾ രേഖകൾ പരിശോധിക്കുന്ന ഇടയിലാണ് ഇത് ഒരു ഗുണ്ടാ നേതാവാണെന്ന് മനസ്സിലായത്. അതിനുശേഷം ജാമ്യം അനുവദിക്കാതിരിക്കുകയായിരുന്നു. പിന്നീടാണ് ഈ ബന്ധുവായിട്ടുള്ള അഖിലിനെ പോലീസ് വിളിച്ചു വരുത്തുന്നത്. അഖിൽ സ്ഥലത്തെത്തി രേഖകളെല്ലാം പരിശോധിച്ചു. അതിനുശേഷം ഇപ്പോൾ അജയ് ഈ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാറിയിട്ടുണ്ട്. യാതൊരു കാര്യങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളോട് പ്രതികരിക്കില്ല എന്നാണ് ഇപ്പോൾ ഇവിടെ നിന്ന് അഖിൽ എങ്കിൽ പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ടുള്ളത്. ഗൗതം, തീർച്ചയായിട്ടും ആകാശാണ് വിവരങ്ങൾ നൽകിയത്. നിലവിൽ നടക്കാവ് സ്റ്റേഷനിലായിരുന്നു അജയ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം അജയ്ക്കൊപ്പം ഉണ്ടായിരുന്ന സഹോദരൻ കൂടിയായിട്ടുള്ള അഖിനാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. മാധ്യമങ്ങളോട് ഇപ്പോൾ ഒന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല, അവർ വാർത്തകൾ വളച്ചൊടിക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു മാധ്യമങ്ങൾക്ക് നേരെ. ഒപ്പം തന്നെ മറ്റ് വിശദാംശങ്ങളൊക്കെ പിന്നീട് പുറത്ത് പറയും എന്നുള്ള നിലയിലാണ് അഖിൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ നിന്നും അജയ് ആയങ്കിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു, സ്റ്റേഷൻ ജാമ്യം ലഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അജയെ അവിടെ സ്റ്റേഷനിലെത്തിക്കുകയും വിശദാംശങ്ങൾ തേടുകയും ചെയ്തത്. അർജുൻ ആയങ്കിക്ക് ഒളിവിൽ പോകാനുള്ള സഹായങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ക്രൗഡ് ഫണ്ടിംഗ് വഴി പണം സ്വരൂപിക്കാൻ നേതൃത്വം നൽകിയത് അജയ് ആയങ്കിയാണ് എന്നതാണ് അജയ്ക്ക് മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം.